ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന പോർഷൻ എന്ന് പറയുന്നത് പ്രസിപ്പിറ്റേഷൻ ഓഫ് ക്വാണ്ടം ഡോട്ട്സ് ആണ്. പ്രസിപ്പിറ്റേഷൻ ഓഫ് ക്വാണ്ടം ഡോട്ട്സ് നമുക്ക് 3 രീതിയിൽ ചെയ്യാൻ പറ്റും. ഒന്ന് പ്രസിപ്പിറ്റേഷൻ ഇൻ ഗ്ലാസസ്, കോ ഡെപ്പോസിഷൻ ഓഫ് ക്വാണ്ടം ഡോട്ട്സ് വിത്ത് തിൻ ഫിലംസ് ആൻഡ് തേർഡ് വൺ ബൈ ലിത്തോഗ്രഫി. അതിനകത്ത് ഫസ്റ്റ് വൺ പ്രസിപ്പിറ്റേഷൻ ഇൻ ഗ്ലാസസ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് നോക്കാം. ഇനി പ്രസിപ്പിറ്റേഷൻ ഇൻ ഗ്ലാസസിനകത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു ടെമ്പറേച്ചർ യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രോസസ്സാണ് ശരിക്കും പ്രസിപ്പിറ്റേഷൻ ഇൻ ഗ്ലാസസ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ സാമ്പിൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, ഒരു മോൾട്ടൺ സിലിക്കേറ്റ് ഗ്ലാസ്സിനകത്താണ് നമ്മൾ ഈ പറയുന്ന പ്രസിപ്പിറ്റേഷനും കാര്യങ്ങളും ക്യാരി ഔട്ട് ചെയ്യുന്നത്. നമ്മൾ ഇതിലേക്ക് എന്ത് ചെയ്യും, ഒരു ഹൈ ടെമ്പറേച്ചർ കൊടുത്തിട്ട് ഈ ഗ്ലാസ്സിനെ അല്ലെങ്കിൽ ഈ സിലിക്കേറ്റ് ഗ്ലാസ്സിനെ നമ്മൾ എന്ത് ചെയ്യും, മെൽറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ള ഇമ്പ്യൂരിറ്റീസിനകത്തേക്ക് നമ്മൾ ഡോപ്പ് ചെയ്യും. ഇനി വൺസ് ഇമ്പ്യൂരിറ്റീസ് ഡ്രോപ്പ് ആയി കഴിഞ്ഞാൽ അതിനെ എന്ത് ചെയ്യും, റാപ്പിഡായിട്ട് കൂൾ ചെയ്തിട്ട് പിന്നീട് നമ്മൾ അതിനെ ഒരു സെക്കൻഡറി ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് അണ്ടർഗോ ചെയ്യും അറൌണ്ട് 600 to 1400 ഡിഗ്രി സെൽഷ്യസ്. ഈ സമയത്ത് ഈ സെമി കണ്ടക്ടർ എന്ത് ചെയ്യും, ഈ സോളിഡ് സൊല്യൂഷൻ നമ്മൾ ആദ്യമേ കണ്ടൻസ് ചെയ്യുമ്പോൾ നമുക്കൊരു സോളിഡ് ആയിട്ടുള്ള ഒരു സാമ്പിൾ കിട്ടും. അതിൽ നിന്നും എന്ത് ചെയ്യും, ഈ സെമി കണ്ടക്ടർ എന്ത് ചെയ്യും, ദാറ്റ് ക്രിസ്റ്റലൈസ് സെമി കണ്ടക്ടർ ക്രിസ്റ്റലൈസ്. അതിനകത്ത് നമ്മൾ സെക്കൻഡറി ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുമ്പം ആ സെമി കണ്ടക്ടർ ക്രിസ്റ്റൽസ് എന്ത് ചെയ്യും, ഇറ്റ് വിൽ പ്രസിപ്പിറ്റേറ്റ് ഔട്ട് ഓഫ് ദ സോളിഡ് സൊല്യൂഷൻ. നമ്മൾ കണ്ടൻസ് ചെയ്ത് വെച്ചിരിക്കുന്ന വേഫർ അല്ലെങ്കിൽ സബ്സ്ട്രേറ്റിൽ നിന്നും നമ്മൾ രണ്ടാമതൊരു ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുമ്പോൾ ആ ക്രിസ്റ്റൽസ് എന്ത് ചെയ്യും, അത് പ്രസിപ്പിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങും. ഇനി എത്രത്തോളം അത് പ്രസിപ്പിറ്റേറ്റ് ചെയ്തു, ആ ക്രിസ്റ്റലൈൻ്റെ ആവറേജ് റേഡിയസ് ഓഫ് ദ ക്രിസ്റ്റലൈറ്റ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദ ടെമ്പറേച്ചർ ആസ് വെൽ ആസ് ദ ഡ്യൂറേഷൻ ഓഫ് സെക്കൻഡറി ഹീറ്റ് ട്രീറ്റ്മെൻറ്റ്. എത്രത്തോളം അത് പ്രസിപ്പിറ്റേറ്റ് ചെയ്തു എന്ന് പറയുന്നത് നമ്മൾ എത്ര ടെമ്പറേച്ചർ അതിലേക്ക് കൊടുത്തു, അതേപോലെ എത്ര ഡ്യൂറേഷൻ ഈ പറയുന്ന സെക്കൻഡറി ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ക്യാരി ഔട്ട് ചെയ്തു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ആൻഡ് ദിസ് ടെക്നിക് ഈസ് യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് കാഡ്മിയം selenide, that is CDSC, cadmium sulfide, that is CDS, cadmium telluride, and gallium arsenide and silicon nanocrystals in silica glasses. This is how precipitation in glasses is carried out. ഇനി സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് കോ ഡെപ്പോസിഷൻ ഓഫ് ക്വാണ്ടം ഡോട്ട്സ് വിത്ത് തിൻ ഫിലിം. The common principle is the production of nanocrystallines in separate step are first one by evaporation, laser ablation and sputtering at target. സോ നോർമലി നമുക്ക് ഈ കോഡിപ്പോസിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചധികം സ്റ്റെപ്സ് ഉണ്ട്. ചിലതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഏതൊക്കെയാണ്? ഇവാപറേഷൻ മെത്തഡ്, ലേസർ അബ്ലേഷൻ ആൻഡ് സ്പട്ടറിങ് പ്രോസസ്സ്. ഇവിടെ എന്താ നമ്മൾ ചെയ്യുന്നത്, ഈ പറയുന്ന ഏതിനെയാണോ അതിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത് നമ്മൾ എന്ത് ചെയ്യും, അതിനെ നമ്മൾ സബ്സ്ട്രേറ്റിലേക്ക് ഡയറക്റ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലൊരു തിൻ ഫിലിം നമ്മൾ ഗ്ലോ ചെയ്യുക ചെയ്യുന്നത്. ഓക്കെ. Next one by lithographic process. It is a high resolution method ആണ് lithographic process എന്ന് പറയുന്നത്. നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ബീം ലിത്തോഗ്രഫിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഹിയർ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ the material which is to be converted into quantum dots is deposited on a substrate like gallium arsenide via molecular beam epitaxy. നമ്മൾ ഏതിനെയാണോ നമ്മൾ ക്വാണ്ടം ഡോട്ട്സിലേക്ക്, നാനോ പാർട്ടിക്കിൾസിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടത് അതിനെ നമ്മൾ എന്ത് ചെയ്യും, ഒരു സബ്സ്ട്രേറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, ഡെപ്പോസിറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ ആ ഇലക്ട്രോൺ ബീം അതിനകത്തേക്ക് പാസ് ചെയ്യും. അപ്പോൾ എത്രത്തോളം ഇലക്ട്രോൺ ബീം സ്പോട്സ് അതിനകത്തേക്ക് പാസ് ചെയ്തു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അത്രയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്വാണ്ടം ഡോട്ട്സ് എന്ത് ചെയ്യും, ഫോം ചെയ്യും. ആൻഡ് ദ വേഫർ ഈസ് എച്ച്ഡ് സോ ദാറ്റ് ഐലൻഡ്സ് ഓഫ് ദ റിക്വയർഡ് സൈസ് റിമെയിൻ. അപ്പോൾ ഈ നമ്മൾ അതിനെ എത്രത്തോളം പ്രസിപ്പിറ്റേറ്റ് ചെയ്തു അല്ലെങ്കിൽ എത്രത്തോളം പോസിബിൾ ആയിട്ടുള്ള ക്വാണ്ടം ഡോട്ട്സ് ഫോം ചെയ്തു എന്നുള്ളതിനെ ബേസ് ചെയ്ത് നമ്മൾ എന്നുള്ള ഒരു പാരാമീറ്റർ ഏതിനെ ബേസ് ചെയ്യുവാണ്, നമ്മൾ അതിനകത്തേക്ക് പാസ് ചെയ്യുന്ന ഇലക്ട്രോൺ ബീമിനെ ബേസ് ചെയ്തിരിക്കുകയാണ്. ഇനി ആ ക്വാണ്ടം ഡോട്ട്സിനെ അതിൽ നിന്നും എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനെ ഒരു ഇച്ചിങ് സൊല്യൂഷനിലേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ബാക്കി ആവശ്യമില്ലാത്ത പോർഷൻസ് നമ്മൾ റിമൂവ് ചെയ്ത് കളയും. സോ ഇങ്ങനെ കിട്ടുന്ന ക്വാണ്ടം ഡോട്ട്സിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അബൌട്ട് 10 നാനോമീറ്റർ വിച്ച് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ബൈ ദ എച്ചിങ് പ്രോസസ്. നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് സെൽഫ് അസംബ്ലി ആണ്. നോർമലി ഈ ഒരു കൺസെപ്റ്റ് നമുക്ക് ഹെട്രോ എപ്പിടാക്സൽ കൺസെപ്റ്റിലാണ് അല്ലെങ്കിൽ ഹെട്രോ എപ്പിടാക്സൽ മെത്തേഡിലാണ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത്. ഹിയർ 3-dimensional islands are formed with a surprisingly regularity on the substrate. Due to the free surface energies, രണ്ട് എക്സ്ട്രീം കണ്ടീഷൻസ് ഇതിനകത്ത് ഒക്കർ ചെയ്യാൻ പറ്റും.
ഏതൊക്കെയാണ്? റെഗുലർ ലെയർ ഓൺ ലെയർ ഗ്രോത്ത് ആൻഡ് ക്ലസ്റ്റർ ഫോർമേഷൻ. നമ്മൾ ഇതിലേക്ക് ഒരു ലെയർ ഗ്രോ ചെയ്യുമ്പം ഇതിൻ്റെ മുകളിൽ കൃത്യമായിട്ട് ഒരു ലെയർ ഗ്രോ ചെയ്യാം, അല്ലെങ്കിൽ അതിനകത്ത് എന്ത് ഫോം ചെയ്യാം? ക്ലസ്റ്റർ ആയിട്ട് പല രീതിയിൽ അത് ഫോം ചെയ്യാം. ഇൻ കേസ് ഓഫ് ലാർജ് ലാറ്റസ് മിസ്മാച്ച്, നല്ല ഇപ്പോൾ ഈ അണ്ടർലൈങ് ആയിട്ടുള്ള സ്ട്രക്ചറിൻ്റെ അതേ ഒരു ലാറ്റസ് സ്ട്രക്ചറിലാണ് ഇത് വരുന്നതെന്നുണ്ടെങ്കിൽ അതെന്ത് സംഭവിക്കും? അത് ഒരു റെഗുലർ ലെയർ ഓൺ ലെയർ ഗ്രോത്ത് ഫോം ചെയ്യും. അത് പ്രോപ്പറായിട്ട് ഒരു യൂണിഫോം ഡെപ്പോസിഷൻ ആയിട്ടായിരിക്കും വരുന്നത്. ബട്ട് ഇൻ കേസ് ഓഫ് ലാർജ് ലാറ്റസ് മിസ്മാച്ച്, ഇത് രണ്ടിൻ്റെയും ലാറ്റസ് മിസ്മാച്ച് കൂടുതലാണെങ്കിൽ എന്ത് സംഭവിക്കും? ദ ഫിലിം ഫോംഡ് എ ലെയർ ഓൺ ലെയർ ഗ്രോത്ത് ബട്ട് ഡെവലപ്സ് എ ഗ്രേറ്റർ ആൻഡ് ഗ്രേറ്റർ പ്രഷർ വിത്ത് സഫീഷ്യൻറ്റ് ഫിലിം തിക്നെസ്. ഇതെന്ത് ചെയ്യും? ഈ ഒരു റഫനിങ് കൂടാതെ ഇതൊരു 3 ഡയമെൻഷണൽ ഐലൻഡ്സ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യും. സോ 3 ഡയമെൻഷണൽ ഐലൻഡ്സിൻ്റെ കറസ്പോണ്ടിങ് ഇമേജ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ കാണിച്ചിരിക്കുന്നതിനകത്ത് മൂന്നാമത്തെ ഫിഗർ, ഈ ഫിഗറാണ് എന്ത്? 3 ഡയമെൻഷണൽ ഐലൻഡ്. ഇനി ഇൻ കേസ് ഓഫ് ഐലൻഡ് ഫോർമേഷൻ, ദ ആറ്റംസ് ഓഫ് മോളിക്യൂൾസ് ദാറ്റ് ആർ ബോർഡ് ഓൺ ദ സർഫസ് മേ ഡു വൺ ഓഫ് ദ ഫോളോയിങ് തിങ്സ്. ഒന്ന്, അതെന്ത് ചെയ്യും? അബ്സോർബ് ആൻഡ് ഡിഫ്യൂസ് ഓൺ ദ സർഫസ് അൺടിൽ ദ ജോയിൻ ഓർ ന്യൂക്ലിയേറ്റ് വിത്ത് അനദർ ആറ്റം ടു ഫോം ആൻ ഐലൻഡ്. ഇതെന്ത് ചെയ്യും? ഇതിൻ്റെ ഈ സർഫസിലേക്ക് അതെന്ത് ചെയ്യും? അബ്സോർബ് ചെയ്യും, അല്ലെങ്കിൽ അതിനുള്ളിലേക്ക് ഡിഫ്യൂസ് ചെയ്യാൻ നോക്കും. എന്നുവരിക്കും അത് അതിൻ്റെ ആ ലാറ്റസ് സ്ട്രക്ചർ മാച്ച് ആയില്ല എന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? ന്യൂക്ലിയേറ്റ് ചെയ്ത് പുതിയൊരു ഐലൻഡ് ഫോം ചെയ്യും. ഇനി രണ്ടാമത്തെ എന്താണ്? ഇറ്റ് അറ്റാച്ച് ദംസെൽസ് ടു ഓർ അഗ്രിഗേറ്റ് ഇൻ ടു ആൻ എക്സിസ്റ്റിംഗ് ഐലൻഡ്. ഒരു എക്സിസ്റ്റിംഗ് ഐലൻഡിൽ അതെന്ത് ചെയ്യും? അഗ്രിഗേറ്റ് ചെയ്യും. എന്നിട്ട് മൂന്നാമത്തെ പോർഷൻ, ഇറ്റ് ഡിസോർബ്സ് ആൻഡ് ദെർബൈ ലീവ് ദ സർഫസ്. സർഫസിൽ ഡിസോർബ് ചെയ്തിട്ട് അത് സർഫസിൽ നിന്ന് എന്ത് ചെയ്യും? ലീവ് ചെയ്യും. ആ ലീവ് ചെയ്യുന്നതാണ് ഈ കാണുന്ന ഐലൻഡ് ആയിട്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന പ്രൊജക്ഷൻസ് എന്ന് പറയുന്നത്. ആൻഡ് ദ സ്മോൾ ഐലൻഡ്സ് ക്യാൻ കണ്ടിന്യൂ ടു ഗ്രോ, മൈഗ്രേറ്റ് ടു അതർ പൊസിഷൻസ് ടു എവാപറേറ്റ്. ആൻഡ് there is a critical size at which they become stable and no longer experience evaporation. സോ അത് ഓട്ടോമാറ്റിക്കലി അതെന്ത് ചെയ്യും? ഒരു 3 ഡയമെൻഷണൽ സ്ട്രക്ചറായിട്ട് ഫോം ചെയ്യും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെൽഫ് അസംബ്ലി എന്ന് പറയുന്നത്.